ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ന്യൂമറിക്കൽ സ്കിൽസിന്റെ മറ്റൊരു വെർച്വൽ ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബേസിക് റൂൾസ് ഫോർ പ്രിപ്പയറിംഗ് ട്രൂത്ത് ടേബിൾ. ബേസിക് റൂൾസ് ഫോർ പ്രിപ്പയറിംഗ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ട്രൂത്ത് ടേബിൾ എന്ന് നമ്മൾ അറിയണം. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാല് സത്യം മാത്രം പ്രതിപാദിക്കുന്ന ഒരു ടേബിൾ. എങ്ങനെയാണ് സത്യം മാത്രം നമ്മൾ പറയാ? നമുക്കറിയാം, സത്യത്തിനെ കുറിച്ച് സത്യം ശിവം സുന്ദരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ നമ്മൾ കള്ളം പറയുന്നില്ല. ആ ടേബിളിൽ കംപ്ലീറ്റ് സത്യത്തെ മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അത് ഒരു പ്രത്യേക കാര്യം ശരിയാണ് എന്ന് പറയാം, ഒരു പ്രത്യേക കാര്യം തെറ്റാണ് എന്ന് പറയാം. തെറ്റാണ് എന്ന് പറഞ്ഞാലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് ശരികളുടെ ഒരു സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ബേസിക് റൂൾസ് ഫോർ പ്രിപ്പയറിംഗ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ട്രൂത്ത് ടേബിള് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള അടിസ്ഥാനപരമായ നിയമങ്ങൾ, അതിന്റെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈസി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ട്രൂത്ത് ടേബിള് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ? ഓക്കെ, അപ്പോ നമ്മള് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നറിയണം. ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ എന്റെ കയ്യിൽ 2 ആപ്പിൾ ഉണ്ട് എന്നതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നുകിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാം, അല്ലെങ്കിൽ അത് തെറ്റാവാം. അതിന് 2 സാധ്യതകളാണ് ഉള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റിന് 2 സാധ്യതകളാണ്, ഒന്ന് ശരി, ഒന്ന് തെറ്റ്. അതുപോലെ 2 സ്റ്റേറ്റ്മെന്റ്, എന്റെ കയ്യിൽ 2 ആപ്പിൾ ഉണ്ട് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ്, എന്റെ പേര് രമേഷ് എന്നാണ് എന്നത് വേറൊരു സ്റ്റേറ്റ്മെന്റ്. ഒന്നുകില് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാവാം, രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ശരിയാവാം. അതായത് രണ്ടും ശരിയാവാം. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് ശരി, രണ്ടാമത് പറഞ്ഞത് തെറ്റ്. അങ്ങനെ വേറൊരു സാധ്യത. ഇനി ആദ്യം പറഞ്ഞത് തെറ്റ്, രണ്ടാമത് പറഞ്ഞത് ശരി, അങ്ങനെ വേറൊരു സാധ്യത. ഇനി രണ്ടും തെറ്റ് എന്നുള്ളത് വേറൊരു സാധ്യത. അങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമ്പോ സാധ്യതകളുടെ എണ്ണം 4 മാറി, അല്ലെ? 2 സ്റ്റേറ്റ്മെന്റ് ഉള്ളപ്പോ സാധ്യതകളുടെ എണ്ണം 4. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് കണ്ടെത്തുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ആവുമ്പോ 2 സാധ്യതകളാണ്, ഒന്ന് ശരി, ഒന്ന് തെറ്റ് എന്നുള്ള 2 സാധ്യതകൾ. അപ്പോ 2 raised to 1, 2 raised to n, അതായത് എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ 2 raised to അത്രയും നമ്പർ. അതാണ് അതിന്റെ ടോട്ടൽ പോസിബിൾ ഔട്ട്കം, സാധ്യതകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും, എത്ര ഔട്ട്കം ഉണ്ടാവും? 2 raised to 2, അതായത് 4. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലോ 2 raised to 3. അങ്ങനെയാണെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും? ഔട്ട്കമിന്റെ മാക്സിമം പോസിബിൾ ചാൻസസ് എത്രയാണ്? 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ദെൻ 4 ആണ് എങ്കിൽ അവിടെ 2 raised to 4 എന്നത് 16 ആണ്. 5 ആണെങ്കിൽ 2 raised to 5 32 സാധ്യതകള് ഔട്ട്കം ആയിട്ട് വരാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിക്കോ. 2, 4, 8, 16, 32 ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. 2ന്റെ ഡബിള് 4, 4ന്റെ ഇരട്ടി 8, പിന്നെ അതിന്റെ ഡബിള് 16, അതിന്റെ ഡബിള് 32. ഈ രീതിയിൽ. ഓക്കെ, നോക്കാം. അപ്പോ വേ ഓഫ് റൈറ്റിംഗ് ദ ഔട്ട്കംസ് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഔട്ട്കംസ് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നാണ് എങ്കിൽ
നോക്കുക, പി എന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ രണ്ട് സാധ്യതകളാണ്. ഒന്നിക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാം. അപ്പൊ രണ്ട് സാധ്യതകൾ. ഇനി ഈ ഔട്ട്കമിന്റെ സാധ്യതകള് നമ്മൾ എഴുതുന്ന ഒരു രീതിയുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് എഴുതേണ്ടത്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുക. നമ്പർ 2, പി എന്നും ക്യൂ എന്നും രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. പിയും ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണ്. അതാണ് ഒരു സാധ്യത. സാധ്യതകളുടെ കോമ്പിനേഷൻ അങ്ങനെയാണ്. ദെൻ രണ്ടാമത്തെ സാധ്യത എന്താണ്? ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പി എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, എന്നാൽ ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അത് വേറൊരു സാധ്യതയാണ് അല്ലെ. അങ്ങനെ അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ആണ്. ഇനി മൂന്നാമത്തെ സാധ്യത എന്താണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസും രണ്ടാമത്തത് ട്രൂവുമാണ്. അങ്ങനെ വേറൊരു സാധ്യത. ഇനി നാലാമത്തെ സാധ്യത എന്താണ്? രണ്ടും ഫാൾസ് ആണ്. ആദ്യത്തതും ഫാൾസ് ആണ്, രണ്ടാമത്തതും ഫാൾസ് ആണ്. ഇങ്ങനെ 4 സാധ്യതകളാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ഉള്ളത്. ടോട്ടൽ 2/2. ഇനി നോക്കുക, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് പി എന്ന സ്റ്റേറ്റ്മെന്റ്, ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റ്, ആർ എന്ന സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകള് വരുമ്പോ എത്രയുണ്ടാവും? ടോട്ടൽ ചാൻസസ് ഓഫ് ഔട്ട്കം എത്രയാണ്? 2/3, അതായത് 8 ചാൻസസ്. ഇങ്ങനെ ഉണ്ടാവുമ്പോ നമ്മൾ ഈ സാധ്യതകള് എഴുതുമ്പോ ഒന്നാമത്തെ സാധ്യതയിൽ 3 ട്രൂ ആണ്, രണ്ടാമത്തെ സാധ്യത ആദ്യത്തെ 2 ട്രൂ ആണ്, മൂന്നാമത്തത് ഫാൾസ്. ഇനി മൂന്നാമത്തെ സാധ്യതയോ? ആദ്യത്തത് ട്രൂ, രണ്ടാമത്തത് ഫാൾസ്, മൂന്നാമത്തത് വീണ്ടും ട്രൂ. ഇനി മറ്റൊരു സാധ്യത, നാലാമത്തെ സാധ്യത, ആദ്യത്തെ അതായത് പി എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ, ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ്, ആർ എന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ്. ഇത് വ്യത്യസ്തമായ കോമ്പിനേഷൻ ആയിരിക്കും. ഒരേ സെയിം കോമ്പിനേഷൻ ഒരിക്കലും വരില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് തെറ്റാതെ എഴുതണമെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ. അങ്ങനെ എഴുതണമെങ്കിൽ ഒരു രീതിയുണ്ട്. ആദ്യം ആ ഔട്ട്കമിന്റെ ചാൻസസ് അല്ലെങ്കിൽ ഔട്ട്കമിൽ വരുന്ന രീതികള് റിപ്പീറ്റേഷൻ ഇല്ലാതെ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. 3 സാധ്യത ഉണ്ടാവുമ്പോ 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമ്പോ 8 സാധ്യതകളാണ്. നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8. ടോട്ടൽ 8 പോസിബിലിറ്റീസ് ഓഫ് ഔട്ട്കം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 4 ഉണ്ടാവുമ്പോ മാക്സിമം വരുന്നത്, നമ്മളിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് 4 ആണ്. അപ്പൊ ആ 4 നമുക്ക് നോക്കാം. 4 നാലാമത്തെ പി ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ്, ക്യൂ എന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആർ എന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എസ് എന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകൾ. ഈ 4 സ്റ്റേറ്റ്മെന്റിന്റെ എണ്ണം കൂടുന്തോറും അതിന്റെ കോമ്പിനേഷന്റെ ചാൻസും ഒരുപാട് വർദ്ധിക്കുകയാണ്. 4 വരുമ്പോ എത്രയാണ്? 16 സാധ്യതകൾ. ഇനി 5 വരുമ്പോ 32, 6 വരുമ്പോ 64. ഈ രീതിയിലാണ് സ്റ്റേറ്റ്മെന്റിന്റെ എണ്ണം കൂടുന്തോറും അതിന്റെ ഔട്ട്കമിന്റെ ചാൻസും കോമ്പിനേഷന്റെ ചാൻസും കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ 4 സ്റ്റേറ്റ്മെന്റ്, അതിന് ടോട്ടൽ 16 സാധ്യത. ഓക്കെ, 16 സാധ്യതയില് ഇത് എഴുതുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒക്കെ റിപ്പീറ്റേഷൻ ചാൻസസ് വന്നേക്കാം. അങ്ങനെ തെറ്റാതെ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ആ എളുപ്പ വഴി, നമ്മൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കം എത്രയാണ്? 4 വരുമ്പോൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കം എത്രയാണ്? 16 ആണ്. 16ന്റെ നേർപകുതി. 16ന്റെ നേർപകുതി എത്രയാണ്? 8. അപ്പൊ പിയുടെ സാധ്യത, നമ്മൾ പി എന്ന സ്റ്റേറ്റ്മെന്റിന്റെ സാധ്യത എഴുതുമ്പോൾ, അതായത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതുമ്പോ ഈ 16ന്റെ നേർപകുതി 8, ആദ്യത്തെ 8 ട്രൂ കണ്ടിന്യൂസ് ആയി എഴുതി വെക്കുക, ബാക്കി 8 ഫാൾസ് എഴുതുക. അപ്പോ 16ന്റെ നേർപകുതി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ ടോട്ടൽ ഉള്ള കോളത്തിന്റെ നേർപകുതി. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി ഈ 8 ട്രൂ എഴുതി, താഴെ കംപ്ലീറ്റ്, ബാക്കി 8 ഫാൾസ് എഴുതി.
ഇനി 8ന്റെ നേരെ പകുതി, അതായത് 4. അടുത്ത കോളത്തില് ക്യൂ എന്ന കോളത്തില് 4 ട്രൂ തുടർച്ചയായിട്ട് എഴുതി വെച്ചു. വീണ്ടും 4 ഫാൾസ്, വീണ്ടും 4 ട്രൂ, വീണ്ടും 4 ഫാൾസ്. ഇങ്ങനെ 4ന്റെ കോമ്പിനേഷൻ ആയിട്ട് ആദ്യത്തെ കോളത്തില് 8 8 കോമ്പിനേഷൻ ആയിട്ട്, രണ്ടാമത്തെ കോളത്തില് 4 4 4 4 അങ്ങനെ 16. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന് കോമ്പിനേഷൻ ഈ 4ന്റെ നേരെ പകുതി, അതായത് 2 ട്രൂ 2 ഫാൾസ്, 2 ട്രൂ 2 ഫാൾസ്, 2 ട്രൂ 2 ഫാൾസ്, 2 ട്രൂ 2 ഫാൾസ്. ഇങ്ങനെ 16 ഫില്ല് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് കോളത്തില് എഴുതുന്നത് 2ന്റെ നേർ പകുതി, അതായത് 1. ഇങ്ങനെയാണ് ക്രമത്തിൽ വരിക. 1 2 4 8. ഓക്കെ. നോർമലി നമുക്ക് ഉള്ള ചോദ്യങ്ങൾക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ് ഉള്ളതൊന്നും നമുക്ക് ഉണ്ടാവില്ല. മാക്സിമം പോയാൽ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകൾ വരെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ. അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടത് മാക്സിമം ചാൻസസ് ഔട്ട്കം എഴുതുന്ന രീതി 3 എണ്ണത്തിന്റെ പഠിച്ചാൽ മതി. അതായത് പി ക്യു ആർ 3 സ്റ്റേറ്റ്മെന്റുകൾ വരികയാണെങ്കിൽ 8 പോസിബിൾ ഔട്ട്കം ആണ് കോളത്തിൽ ഉണ്ടാവുക. അപ്പോ ഫസ്റ്റ് കോളത്തില് 8ന്റെ നേർ പകുതിയായ 4 ട്രൂ, പിന്നെ 4 ഫാൾസ്. ഇനി രണ്ടാമത്തെ കോളത്തില് ഈ 4ന്റെ പകുതിയായ 2 ട്രൂ അല്ലെ, പിന്നെ 2 ഫാൾസ്, വീണ്ടും 2 ട്രൂ, വീണ്ടും 2 ഫാൾസ്. ഇനി ലാസ്റ്റ് കോളത്തില് എപ്പോഴും ഇങ്ങനെ, ലാസ്റ്റ് കോൾ എപ്പോഴും ഇങ്ങനെയാണ് ട്രൂ ഫാൾസ് ട്രൂ ഫാൾസ് ട്രൂ ഫാൾസ് ട്രൂ ഫാൾസ്, ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പോഴേ എഴുതുന്ന രീതി എന്താണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ഓർക്കാം, ലാസ്റ്റ് കോളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഓർക്കാം. ഇപ്പൊ 2 എണ്ണം വരുന്ന കേസിൽ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു സാധ്യത. അതായത് 2 സ്റ്റേറ്റ്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻസ്, പി എന്ന സ്റ്റേറ്റ്മെന്റും ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റും. അപ്പോ ലാസ്റ്റ് കോളത്തില് നിന്ന് വേണമെങ്കിൽ എഴുതി തുടങ്ങാം. കാരണം എന്താ, ലാസ്റ്റ് കോളത്തിൽ എപ്പോഴും ട്രൂ ഫാൾസ് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് വരിക. നോക്കൂ, എല്ലാറ്റിന്റെയും ലാസ്റ്റ് കോളം ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഉള്ളപ്പോ ട്രൂ ഫാൾസ്, 2 സ്റ്റേറ്റ്മെന്റ് മാത്രം ഉള്ളപ്പോ ട്രൂ ഫാൾസ്, 3 എണ്ണം ഉള്ളപ്പോ ലാസ്റ്റ് കോളത്തില് ട്രൂ ഫാൾസ്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ തൊട്ട് മുമ്പിലത്തെ കോളത്തില് 1ന്റെ നേരെ ഡബിള് 2 ട്രൂ 2 ഫാൾസ്, 2 ട്രൂ 2 ഫാൾസ്. ഈ രീതിയിലാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ക്ലിയർ ആണല്ലോ? ആണ്. അപ്പോ 8 എണ്ണം ഉള്ളതിന്റെ ക്ലിയർ ആണ്. ഇനി 16 ഔട്ട്കം വരുന്നത് ആ സ്ഥലത്ത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യന്റെയും ഔട്ട്കം നമുക്ക് ആദ്യം തന്നെ വളരെ ഈസി ആയിട്ട് എഴുതി വെക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റുകളുടെ പോസിബിൾ ഔട്ട്കം എന്താണെന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നോക്കാം. അപ്പോ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലാസ്റ്റ് കോളത്തില് അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കാരണം ഏറ്റവും മാക്സിമം പോസിബിൾ ഔട്ട്കം വരുന്നത് നമ്മുടെ 4 എണ്ണത്തില് 4 സ്റ്റേറ്റ്മെന്റ് വരുമ്പോ 16 ഔട്ട്കം. അപ്പൊ ലാസ്റ്റ് കോളത്തിൽ നിന്ന് നോക്കാം. ലാസ്റ്റ് കോളം, അതായത് എസ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ കോളം എന്താണ് പോസിബിൾ ഔട്ട്കംസ്, ട്രൂ ഫാൾസ് കംപ്ലീറ്റ് ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അടുത്തത് ട്രൂവിന്റെ എണ്ണം കൂടി 2 ട്രൂ 2 ഫാൾസ്, 2 ട്രൂ 2 ഫാൾസ്. അടുത്തത് 4 ട്രൂ 4 ഫാൾസ്, 4 ട്രൂ 4 ഫാൾസ്. ഇനി ഫസ്റ്റ് കോളത്തില് ഏറ്റവും മാക്സിമം എന്താ നേരെ പകുതിയാണ് വരിക. ടോട്ടൽ കോളത്തിന് നേരെ പകുതി ട്രൂ ഉണ്ടാവും, നേർ പകുതി ഫാൾസും ഉണ്ടാവും. അപ്പൊ എത്രയാണ് വരുന്നത്? 16 കോളമാണ്. 16 കോളം ആയതുകൊണ്ട് അതിന്റെ നേർ പകുതി 8 ട്രൂ 8 ഫാൾസ്. ക്ലിയർ? ഇപ്പോ യാതൊരു സംശയവും ഉണ്ടാവില്ല. കാരണം ഈ രീതിയിലാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ട കാര്യം ഇതിന്റെ റൂള് പഠിക്കുക എന്നുള്ളതാണ്. റൂള് പഠിക്കുമ്പോൾ ഒന്നാമത്തെ കോളത്തിന്റെ സാധ്യത ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ളപ്പോ, ഒന്നാമത്തെ ഒരു റൂളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്.
നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എന്നാണ് അർത്ഥം. നെഗറ്റീവ് അല്ലെ? നമ്മൾ കോംപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുള്ള സെയിം കാര്യമാണ്. ആസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ അല്ലാത്തത്. പി എന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ കയ്യിൽ 10 ആപ്പിൾ ഉണ്ട്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് 2 സാധ്യതയാണുള്ളത്. ഒന്നുകിൽ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആവാം. ഈ കോളം എഴുതുന്നതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്, അതായത് ഔട്ട്കം പോസിബിലിറ്റീസ്. ഇനി രണ്ടാമത്തെ നോക്കുക, 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കാണുന്നുണ്ട്, പി ക്യൂ. അപ്പൊ അവിടെ ഉള്ള ഔട്ട്കം പോസിബിലിറ്റീസ് ആണ് നമ്മളിപ്പോ എഴുതി പഠിച്ചത്. 2 ട്രൂ, 2 ഫാൾസ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കോളത്തിൽ, അതായത് ലാസ്റ്റ് കോളത്തിൽ ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റിന്റെ കോളത്തിൽ ട്രൂ ഫാൾസ്, ട്രൂ ഫാൾസ്. ക്ലിയർ ആണല്ലോ? അപ്പോഴ് ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 റൂൾസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. 6 ഗോൾഡൻ റൂൾസ് ഓഫ് കൺസ്ട്രക്ടിങ് എ ട്രൂത്ത് ടേബിൾ. ഒന്നാമത്തെ റൂള് നെഗേഷൻ റൂളാണ്. നെഗേഷൻ അല്ലെങ്കിൽ നോട്ട്. നെഗേഷൻ എന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? നെഗറ്റീവ് ആയിരിക്കും, സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോ ഇത് നമ്മള് സെറ്റ് തിയറിയില് കോംപ്ലിമെന്റ് എന്ന ടേം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. എ അല്ലാത്തത് എന്നത് പറയുമ്പോൾ എയുടെ നേരെ നെഗറ്റീവ് ഓപ്പോസിറ്റ് എന്നത് എസ് കോംപ്ലിമെന്റ് എന്നാണ് പറയാറുള്ളത്. ഇവിടെ പി നോട്ട്, പി എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പി നോട്ട്. അതായത് പി എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകുമ്പോൾ പി നെഗറ്റീവ് അല്ലെങ്കിൽ പിന്റെ നെഗേഷൻ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു എന്റെ കയ്യിൽ 10 ആപ്പിൾ ഉണ്ട് എന്നുള്ളത് ട്രൂ ആണെങ്കിൽ എന്റെ കയ്യിൽ 10 ആപ്പിൾ ഇല്ല എന്നുള്ളതാണ് പി നെഗേഷൻ. പി നെഗേഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ 10 ആപ്പിൾ ഇല്ല എന്നുള്ളത് ഫാൾസ് ആയിരിക്കുമല്ലോ, കാരണം ആക്ച്വലി എന്റെ കയ്യിൽ 10 ആപ്പിൾ ഉണ്ടല്ലോ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ രണ്ടാമത്തത് ഫാൾസ് ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടന്റ്, അതായത് പി നെഗേഷൻ വന്നു കഴിഞ്ഞാല് എന്താണ് ഒറിജിനൽ സ്റ്റേറ്റ്മെന്റിലുള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് അതിന്റെ നെഗേഷൻ സ്റ്റേറ്റ്മെന്റില് ഉള്ളത്. നോക്കുക, പി ട്രൂ ആണെങ്കിൽ പി നെഗേഷൻ ഫാൾസ് ആയിരിക്കും. ഇനി പി ഫാൾസ് ആണെങ്കിൽ പി നെഗേഷൻ ട്രൂ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ റൂള് ഇതാണ്. ഫസ്റ്റ് റൂള്, ചേഞ്ച് ടി ടു എഫ് ആൻഡ് എഫ് ടു ടി. ഒന്നാമത്തെ കോളത്തില് നമ്മൾ ഒറിജിനൽ ഔട്ട്കം എഴുതുന്ന രീതി നമ്മൾ പഠിച്ചല്ലോ. ആ ഔട്ട്കം കോളത്തിലുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ നെഗേഷൻ കോളത്തില് നമ്മൾ എഴുതേണ്ടത്. എല്ലാ ടിയെയും എഫ് ആക്കി മാറ്റുക, എല്ലാ എഫിനെയും ടി ആക്കി മാറ്റുക. ഇതാണ് ഫസ്റ്റ് ഗോൾഡൻ റൂൾ. ദെൻ സെക്കൻഡ് റൂൾ, കൺജങ്ഷൻ റൂൾ. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് എന്നുള്ളതാണ്. അപ്പോ ആൻഡ് എന്നത് വേണമെങ്കിൽ നമുക്കറിയാം 2 സ്റ്റേറ്റ്മെന്റ് വേണം അല്ലെ? പി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്യൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോ പി ആൻഡ് ക്യൂ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന സമയത്ത് അത് ട്രൂ ആവണമെങ്കിൽ, അതായത് നമ്മള് സ്റ്റേറ്റ്മെന്റ് ടേബിളിൽ എഴുതുന്ന ഫാക്ട് ട്രൂ ആവണമെങ്കിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. നോക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് പി ആൻഡ് ക്യൂ ആണ്. അതാണ് കൺജങ്ഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ചേർത്ത് നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്. പിയും ക്യൂവും ട്രൂ ആവുകയാണെങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയുള്ളൂ. എന്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്റെ വീട്ടിൽ ഒരു പട്ടിയുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്റെ വീട്ടിൽ ഒരു പട്ടിയും പൂച്ചയും ഉണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ പി ആൻഡ് ക്യൂ എന്ന് വരുമ്പോ. അപ്പൊ അത് ശരിയാവണമെങ്കിൽ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായിരിക്കണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, എന്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, എന്റെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. അപ്പോ എന്റെ വീട്ടിൽ ഒരു പട്ടിയും പൂച്ചയും ഉണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാവുമോ? ഇല്ല, കാരണം അതിലെ ഒന്ന് ഫാൾസ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയി. അതായത് ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാല് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവില്ല.
അപ്പൊ രണ്ടും ശരിയാവുകയാണെങ്കിൽ മാത്രമേ ട്രൂ ആവുകയുള്ളൂ. നോക്കുക, പി ആൻഡ് ക്യൂ എന്നുള്ളതിന്റെ റൂള് ഇതാണ്. ഇഫ് ബോത്ത് ട്രൂ ദെൻ ട്രൂ, അതർവൈസ് ഫാൾസ്. അതായത് രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ പി ആൻഡ് എന്ന സിമ്പിൾ വരുന്നിടത്ത് ട്രൂ ആവുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഫാൾസ് ആയിരിക്കും. ആദ്യം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും ട്രൂ ആവുന്ന കേസ് ഉണ്ടെങ്കിൽ ആ കോളത്തിൽ, ഔട്ട്പുട്ട് കോളത്തിൽ എന്ത് ചെയ്യുക? ട്രൂ എഴുതുക. ബാക്കി എല്ലാ കോളത്തിലും ഫാൾസ് എഴുതി വെക്കുക. ഇനി ഡിസ്ജങ്ഷൻ അല്ലെങ്കിൽ ഓർ. ഞാൻ ഒരു കാർ വാങ്ങും എന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഒരു ബൈക്ക് വാങ്ങും എന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഒരു കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങും. ഞാൻ ഒരു കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക്. ഓർ എന്നുള്ളതാണ് ഡിസ്ജങ്ഷൻ. ഓർ ആണ്. കൺജങ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്താണ്? ഒന്നുകിൽ ഞാൻ കാർ വാങ്ങും അല്ലെങ്കിൽ ഞാൻ ബൈക്ക് വാങ്ങും. അപ്പൊ ഇനി കാറും ബൈക്കും വാങ്ങിയാലും ഞാൻ കാറോ ബൈക്കോ വാങ്ങും എന്നുള്ളത് ശരിയാണ്. ഇനി ഞാൻ ആദ്യത്തെ കാറ് വാങ്ങുന്നു എന്നുള്ളത് ശരിയാണ്, ബൈക്ക് വാങ്ങും എന്നുള്ളത് തെറ്റാണ്. എന്നാലും ഞാനൊരു കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഞാനൊരു കാർ വാങ്ങും എന്നുള്ളത് തെറ്റാണ്, ഞാനൊരു ബൈക്ക് വാങ്ങും എന്നുള്ളത് മാത്രമാണ് ശരി. അപ്പൊ ഞാനൊരു കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങും എന്നുള്ളത് അപ്പോഴും ശരിയാണ്. ഇനി ഞാനൊരു കാർ വാങ്ങും എന്നുള്ളത് ഫാൾസ്, വാങ്ങില്ല. ഞാനൊരു ബൈക്ക് വാങ്ങും എന്നുള്ളതും വാങ്ങില്ല. ഞാനൊരു കാറോ ബൈക്കോ വാങ്ങുന്നുള്ളത് അവിടെ ഫാൾസ് ആയി, കാരണം ഞാൻ രണ്ടും വാങ്ങുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും ഫാൾസ് ആവുകയാണെങ്കിൽ മാത്രമേ ഫാൾസ് ആവുകയുള്ളൂ. ഓർ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒന്ന് ശരിയായാല് അത് ഫുൾ ശരിയായി. ഇനി രണ്ടും ശരിയാണെങ്കിലോ അത് ശരി തന്നെയാണ്. ഏതെങ്കിലും ഒന്ന്, ഓർ എന്ന് പറയുമ്പോഴും അങ്ങനെയാണ്. ഞാൻ ഒന്നുകിൽ അത് ചെയ്യും അല്ലെങ്കിൽ ഇത് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാല് ഞാൻ അതോ ഇതോ ഏതെങ്കിലും ഒന്ന് ചെയ്യും എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഓർക്കേണ്ടത്? രണ്ടും തെറ്റാണെങ്കിൽ മാത്രമേ ഇവിടെ ഫാൾസ്. അതാണ് ആദ്യം ഓർക്കേണ്ടത്. എന്നിട്ട് ആ കോളം അങ്ങ് എഴുതി വെക്കുക. ഇനി ബാക്കി എല്ലാ കോളത്തിലും ട്രൂ അങ്ങ് ഇട്ടേക്കുക. നോക്കുക, മൂന്നാമത്തെ ഗോൾഡൻ റൂള്. ഇഫ് ബോത്ത് ഫാൾസ് ദെൻ ഫാൾസ്, അതർവൈസ് ട്രൂ. ബോത്ത് ഫാൾസ് ആണെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ എല്ലാ കോളവും ട്രൂ ആകും. ഇനി കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇഫ് നോക്കുക, പി ക്യൂ എന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്. പി ദെൻ ക്യൂ. പി ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ ക്യൂ എന്നുള്ളതാണ് ഇതിന്റെ കണ്ടീഷൻ. അപ്പോ ഈ കേസില് ഉള്ള റൂള് ഇതാണ്. ഇഫ് ടി എഫ് ദെൻ എഫ്, അതർവൈസ് ടി. ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കളർ ചേഞ്ചിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഇവിടെ മാത്രം, ഈ കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ ഓർഡർ, ക്രമം ഓർക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റില് ട്രൂവും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസും. അതായത് ഇഫ് ടി എഫ് എന്നുള്ള ഓർഡറിലായിരിക്കണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂവും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസും ആണെങ്കിൽ ഫാൾസ്, ബാക്കി എല്ലാ കേസിലും ട്രൂ. ഇതാണ് റൂള്. അപ്പോ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇഫ് പി ദെൻ, എറോ മാർക്കാണ് ഇടുക. ദെൻ എന്നാണ് വായിക്കേണ്ടത്. ഇഫ് പി ദെൻ ക്യൂ. എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഫാൾസ് എന്ന ഓർഡറിൽ വരണം. ഫാൾസ് ട്രൂ എന്ന ഓർഡറിൽ വന്നാൽ പോരാ. ഫസ്റ്റ് ട്രൂ, സെക്കൻഡ് ഫാൾസ്, അങ്ങനെ വരികയാണ് എങ്കിൽ ഫാൾസ്, അതർവൈസ് ബാക്കി എല്ലാ കോളവും ട്രൂ. ഓക്കെ, ഇനി ബൈ കണ്ടീഷണൽ എന്ന് പറയുമ്പോ ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പിയും ക്യൂവും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോ പിയും ക്യൂവും സെയിം ആണ് എങ്കിൽ, രണ്ടും സെയിം ആണ് എങ്കിൽ ട്രൂ ആണ്. ഈ കേസില് ബൈ കണ്ടീഷനിൽ നമ്മൾ ഓർക്കേണ്ടത്, നോക്കുക, ഫിഫ്ത്ത് ഗോൾഡൻ റൂള് ഇതാണ്. എന്താണ്? പി എന്നത് if and only if Q. If both the same, then true, otherwise false. അതായത് രണ്ട്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ട്രൂ, then true. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ്, then also true, otherwise false. അപ്പൊ രണ്ട് ടി വന്നു കഴിഞ്ഞാല് ടി, രണ്ട് എഫ് വന്നു കഴിഞ്ഞാലും ടി എന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, then
ഇത് കൃത്യമായിട്ട് നോക്കുക. ഇനി അടുത്തത് എക്സ്ക്ലൂസീവ് ഓർ ആണ്. അതിന് മാത്രമായിട്ടുള്ള ഓർ നോക്കുക. അപ്പോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പി, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ക്യൂ. ഇത് നേരെ ബൈ കണ്ടീഷണലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ്? രണ്ടും ടി ആണെങ്കിൽ ഫാൾസ്, രണ്ടും എഫ് ആണെങ്കിലോ അവിടെയും ഫാൾസ്. നേരത്തെ എന്തായിരുന്നു? രണ്ടും ടി ആണെങ്കിൽ ടി, രണ്ടും എഫ് ആണെങ്കിലും ടി, രണ്ടും ട്രൂ ആണെങ്കിലും ട്രൂ, രണ്ടും ഫാൾസ് ആണെങ്കിലും ട്രൂ. ഇവിടെ സെയിം വരുമ്പോ, അതായത് സെയിം രണ്ടും ട്രൂ വരുമ്പോ ഫാൾസ്, രണ്ടും ഫാൾസ് വരുമ്പോ രണ്ടും സെയിം ആണല്ലോ, അപ്പോഴും എഫ് അപ്പോഴും ഫാൾസ്, അതർവൈസ് ട്രൂ. നോക്കുക, ഇഫ് ബോത്ത് സെയിം ദെൻ എഫ്, അതർവൈസ് ടി. ബോത്ത് സെയിം ആണെങ്കിൽ എഫ്, അതർവൈസ് ട്രൂ, അല്ലെ? അപ്പൊ ഈ 6 ഗോൾഡൻ റൂൾസ് ഒന്നും കൂടി പറയാം. നെഗേഷന്റെ കേസില് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്? എല്ലാ ടിയും എഫും ആക്കി മാറ്റുക, എല്ലാ എഫും ടി ആക്കി മാറ്റുക. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? കൺജങ്ഷൻ. ആൻഡിന്റെ കേസില് ഇഫ് ബോത്ത്, രണ്ടും, ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടും ശരിയായാലും മാത്രമേ ശരിയാവുകയുള്ളൂ. ഇഫ് ബോത്ത് ട്രൂ ദെൻ ട്രൂ, അതർവൈസ് ഫാൾസ്. ഇനി ഓറിന്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി, ഒന്ന് ശരിയായാൽ തന്നെ ട്രൂ ആയിരിക്കും. രണ്ടും തെറ്റാണെങ്കിൽ മാത്രമേ ഫാൾസ് ആയി പോവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എഴുതേണ്ടത് ഇതാണ്, ഇഫ് ബോത്ത് ഫാൾസ് ദെൻ ഫാൾസ് അങ്ങ് എഴുതി വെക്കുക, അതർവൈസ് ബാക്കി മൂന്നും എപ്പോഴും ട്രൂ ആയിരിക്കും, ബാക്കി എല്ലാം എപ്പോഴും ട്രൂ ആയിരിക്കും. ഇനി പി ദെൻ ക്യൂ, ഇഫ് ടി എഫ് എന്നുള്ള ഓർഡറിൽ ട്രൂ ഫാൾസ്, ആദ്യത്തത് ട്രൂ, രണ്ടാമത്തത് ഫാൾസ്, ദെൻ ഫാൾസ് ആണ് ഓർമ്മിക്കേണ്ടത്. ആദ്യത്തത് ട്രൂ ദെൻ ഫാൾസ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പി ദെൻ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, അതർവൈസ് ട്രൂ. ഇനി പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, അത് രണ്ടും സെയിം ആണ് റിസൾട്ട് എങ്കിൽ, അതായത് രണ്ടും ടി അല്ലെങ്കിൽ രണ്ടും എഫ് ആണെങ്കിൽ ട്രൂ ആണ്, അതർവൈസ് ഫാൾസ്. ഇനി അടുത്തത് എക്സ്ക്ലൂസീവ് ഓർ, ഇഫ് ബോത്ത് സെയിം, അതായത് രണ്ടും ടി അല്ലെങ്കിൽ രണ്ടും എഫ് ആണെങ്കിൽ ഫാൾസ് ആണ് മാറുന്നത്. അതായത് ബൈ കണ്ടീഷണലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് ഓർക്കുക. അപ്പൊ രണ്ടും ടി അല്ലെങ്കിൽ രണ്ടും എഫ് ആണെങ്കിൽ എഫ് ഫാൾസ്, അതർവൈസ് ട്രൂ. ഇനി ലാസ്റ്റ് ഒരു 3 കാര്യങ്ങളും കൂടി ഇതിന്റെ കൂടെ ഓർമ്മിക്കേണ്ടതാണ്. ടോട്ടോളജി. ഇഫ് ഓൾ ആൻസേഴ്സ്, നമ്മുടെ ഫൈനൽ കോളത്തിൽ വരുന്ന, അതായത് ഈ നെഗേഷൻ അല്ലെങ്കിൽ ആൻഡ്, ഇങ്ങനെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റിന്റെ കോളത്തിൽ വരുന്ന റിസൾട്ട് മുഴുവൻ, ഇഫ് ഓൾ ആൻസേഴ്സ് ആർ ട്രൂ, എല്ലാ ആൻസറും ട്രൂ ആണെങ്കിൽ അതിനെ ടോട്ടോളജി എന്നാണ് പറയുക. എന്താണ് ടോട്ടോളജി? നോക്കുക, സ്പെല്ലിംഗ് എന്താണ്? TAUTOLOGY. ഇനി അടുത്തത് നോക്കുക, എല്ലാ ആൻസറും ഫാൾസ് ആണെന്ന് എഴുതുക. ലാസ്റ്റ് കോളത്തിൽ വരുന്ന റിസൾട്ട് കംപ്ലീറ്റ് എഫ് ഫാൾസ് ആണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റുകളുടെ ഒക്കെ ഒരു കോൺട്രാഡിക്ഷൻ ആണിത്. നേരെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് ഒരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് അർത്ഥം. ഇഫ് ഓൾ ആൻസേഴ്സ് ആർ ഫാൾസ് ദെൻ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൺട്രാഡിക്ടറി. അതുകൊണ്ട് അത് കോൺട്രാഡിക്ഷൻ ആണ് എന്ന് പറയാം. ഇഫ് ഓൾ ആൻസേഴ്സ് ആർ എഫ് then contradiction. Then if combination of T and F, അതായത് നമ്മൾ റിസൾട്ട് പകുതി ട്രൂവും പകുതി ഫാൾസും ആണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒന്നുകിൽ മുഴുവൻ ശരിയാണ് അല്ലെങ്കിൽ മുഴുവൻ തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു കണ്ടിൻജൻസി അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പോ ആൾട്ടർനേറ്റ് ആയിട്ട് ട്രൂ ഫോൾസ് എന്ന് വരികയാണെങ്കിൽ കംപ്ലീറ്റ് റിസൾട്ട് നേരത്തെ ഇരട്ടാക്കം മാത്രമേ കോളം ഉണ്ടാവും. നമുക്കറിയാം 2, 4, 8, 16 എന്നുള്ളത്. അപ്പൊ നേരെ പകുതി ട്രൂവും പകുതി ഫോൾസും ഒക്കെയാണ് വരുന്നത് എങ്കിൽ അത് കണ്ടിൻജൻസി സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്രയും മാത്രമാണ് ഒരു റൂൾ ഓഫ് ട്രൂത്ത് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ട്രൂത്ത് ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധയിലുണ്ടാവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വെർച്വൽ ക്ലാസ് റൂം.
വീണ്ടും തുടർന്നുള്ള ക്ലാസ്സുകൾ, ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി ഇഷ്ടപ്പെടാതിരിക്കാൻ വല്ല കാരണവും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതിന് വല്ല കാരണവും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് കമന്റ് സെക്ഷനിൽ വ്യക്തമായി പറയുക. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും വരേക്കും ബൈ.